അസാധ്യമായതിനെ കീഴടക്കിയവൻ. പഠിക്കാൻ പ്രായമില്ല, അറിവ് ഒരു മഹാസമുദ്രമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വാക്കുകളെ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരാളുണ്ട് ഭാരതത്തിൽ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാൾ. നമ്മളിൽ പലരും ഒരു ബിരുദം നേടുവാൻ കഷ്ടപ്പെടുമ്പോൾ ഒന്നല്ല രണ്ടല്ല 20 സർവകലാശാല ബിരുദങ്ങൾ സ്വർണ്ണ മെഡലോടെ കരസ്ഥമാക്കിയ ഒരു അത്ഭുത മനുഷ്യൻ. അദ്ദേഹം IPS ഓഫീസറായിരുന്നു, IAS ഓഫീസറായിരുന്നു, ഡോക്ടറായിരുന്നു, വക്കീലായിരുന്നു, മന്ത്രിയായിരുന്നു, എല്ലാറ്റിനുമുപരി ഒരു നിത്യ വിദ്യാർത്ഥിയായിരുന്നു. അതാണ് ഡോക്ടർ ശ്രീകാന്ത് ജിക്ചർ. നാഗ്പൂരിലെ ഒരു മറാത്തി ബാലനാണ് ഇദ്ദേഹം. 1954 സെപ്റ്റംബർ 14 നാഗ്പൂരിലെ സാധാരണ മറാത്തി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പഠനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ചെറുപ്പത്തിലെ പ്രകടമായിരുന്നു. വെറുതെ പരീക്ഷ പാസ്സാകുക എന്നതിലുപരി ഓരോ വിഷയത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത് വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ്. അദ്ദേഹം ഒരു MBBS ബിരുദധാരിയായി പിന്നീട് MD നേടി. ഒരു സാധാരണക്കാരൻ അവിടെ തന്റെ പഠനം അവസാനിപ്പിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതും. എന്നാൽ ശ്രീകാന്ത് ജിക്ചർ എന്ന പ്രതിഭയ്ക്ക് അത് മതിയാകുമായിരുന്നില്ല. ബിരുദങ്ങളുടെ പെരുമഴ. വൈദ്യശാസ്ത്രത്തിന് ശേഷം അദ്ദേഹം നിയമത്തിലേക്ക് തിരിഞ്ഞു. LLB നേടി. അന്താരാഷ്ട്ര നിയമത്തിൽ LLM-ഉം കരസ്ഥമാക്കി. പിന്നീട് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ MBA-യും അവിടെയും നിന്നില്ല. ജേർണലിസം, സംസ്കൃതം, സാഹിത്യം, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത 10 വ്യത്യസ്ത വിഷയങ്ങളിലാണ് അദ്ദേഹം MA, മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദങ്ങൾ നേടിയത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഇക്കണോമിക്സ്, സംസ്കൃതം, ചരിത്രം, ഇംഗ്ലീഷ് സാഹിത്യം, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പുരാതന ഇന്ത്യൻ ചരിത്രം, പുരാവസ്തുശാസ്ത്രം, സൈക്കോളജി. ഇതിൽ ഭൂരിഭാഗം പരീക്ഷകളിലും അദ്ദേഹം 1ാം റാങ്കോടെ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി. വർഷത്തിൽ 2 തവണ അദ്ദേഹം യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നു. 1973 മുതൽ 1990 വരെ അദ്ദേഹം ഒരു പരീക്ഷാ ഹാളിൽ നിന്ന് മറ്റൊരു പരീക്ഷാ ഹാളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പഠനത്തോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ സിവിൽ സർവീസ് പരീക്ഷകളെയും നേരിട്ടു. ആദ്യ IPS ലഭിച്ചു, അതും രാജിവെച്ച് തൊട്ടു പിന്നാലെ IAS നേടി. എന്നാൽ രാജ്യത്തെ സേവിക്കുവാൻ ഇതിലും വലിയ വേദിയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിലിറങ്ങി. ജനങ്ങളെ സേവിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. IAS എന്ന സ്വപ്നതുല്യമായ ജോലി ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 25 വയസ്സായിരുന്നു. തൻ്റെ 25ാം വയസ്സിൽ അദ്ദേഹം മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA. പിന്നീട് അദ്ദേഹം മന്ത്രിയുമായി. ഒരേ സമയം 14 വകുപ്പുകൾ കൈകാര്യം ചെയ്ത റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ശ്രീകാന്ത് ജിക്ചർ വെറുമൊരു പുസ്തകപ്പുഴു ആയിരുന്നില്ല. അദ്ദേഹം ഒരു മികച്ച ചിത്രകാരനായിരുന്നു, സ്റ്റേജ് നടനായിരുന്നു, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ ലൈബ്രറിയിൽ 52,000-ലധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം വായിച്ചു തീർത്തിരുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പാഠമാണ്. മനുഷ്യന്റെ തലച്ചോറിന് പരിധികളില്ല. നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് സമയമില്ല എന്ന് പറയുന്നവർ ജിക്ചറുടെ ജീവിതം നോക്കി പഠിക്കണം. മന്ത്രിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹം പരീക്ഷകൾക്ക് പഠിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2004 ജൂൺ 2 49ാം വയസ്സിൽ ഒരു വാഹന അപകടത്തിൽ ആ വലിയ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ലെങ്കിലും അദ്ദേഹം ബാക്കിവെച്ച അറിവിൻ്റെ സാമ്രാജ്യം നമുക്ക് മുന്നിലുണ്ട്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണെങ്കിലും അതിലേക്കുള്ള യാത്രയിൽ അറിവ് സമ്പാദിക്കുവാൻ മടിക്കരുത്. തോൽവികളിൽ തളരരുത്. ഡോക്ടർ ശ്രീകാന്ത് ജിക്ചർക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിഭയുണ്ട്. അത് പുറത്തെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യുക. ജീവിതം ഒരു പരീക്ഷയാണ്. അതിൽ ജയിക്കുവാൻ വേണ്ടത് ജിജ്ഞാസയും അടങ്ങാത്ത ആഗ്രഹവുമാണ്. അറിവിനായി ദാഹിക്കുക, ലോകത്തെ കീഴടക്കുക.